അപ്പോൾ കുറച്ച് ആറ്റുവാള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധവും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അബദ്ധം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ കറി ആദ്യം വെക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, അതിനെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു 6 കാശ്മീരി മുളക് ഇതുപോലെ എടുത്ത് തിളച്ച വെള്ളത്തിലൊന്നിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റങ്ങളെല്ലാം എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി. അപ്പോൾ 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ എടുത്തിട്ടുണ്ട്. പൊടിയെല്ലാം മാറ്റി വയ്ക്കുക. ഇനി മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുക. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചുമന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, ചെറിയ ഉള്ളി. അപ്പോൾ കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ മീൻ അടുപ്പിച്ചാണ് ഞാനിപ്പോൾ ഈ കറിക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി. ഇപ്പം നമ്മുടെ ഉള്ളിയുടെ എല്ലാം നിറം മാറി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി. ഒരു വലിയ തക്കാളി പഴുത്തെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഈ തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആവട്ടെ, ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, വഴന്ന് വരുന്നുണ്ട്. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ, തീയൊക്കെ കുറച്ച് വെച്ച് ചെയ്യുക. അപ്പോൾ ഈ തക്കാളി എല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം കംപ്ലീറ്റ് മാറി കിട്ടണം. നല്ലപോലെ മല്ലിയും മുളകും എല്ലാം നല്ല മൂത്ത് വരുന്ന ഒരു മണം ഉണ്ടല്ലോ, അതുവരെയും വഴറ്റണം കേട്ടോ. വീഡിയോയിൽ നമ്മൾ ഇച്ചിരിയേ സമയം കാണിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച പുളി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതും കൂടെ നമുക്കൊന്നിച്ച് വഴറ്റാം. പുളിവെള്ളം പിന്നീട് ഞാൻ ചേർക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്നതായ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും ഇങ്ങനെ ഈ മുളക് അരച്ച് ചേർക്കുമ്പോൾ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റുക. ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, എണ്ണ എല്ലാം നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന ഈ കറിക്ക് നല്ലൊരു സ്വാദും മണമൊക്കെ കിട്ടുന്നത് കേട്ടോ. നല്ലപോലെ വഴറ്റുക, ഒട്ടും തന്നെ പച്ചക്കുത്തില്ലാത്ത വണ്ണം മസാല നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സമയം ഞാൻ പുളി കുതിർത്ത് വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ഒന്നും തരാൻ മറക്കരുതേ. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആറ്റുവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. എരിവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ എരിവ് വേണ്ടാന്നുള്ളവർ കുറയ്ക്കുക. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക. കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചട്ടി ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. മീൻ കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നതാണ് നല്ലത്.
ഈ സമയം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കറി അടച്ചു വെച്ച് തിളപ്പിക്കാം. നല്ലപോലെ തിളച്ച് ചാറെല്ലാം വറ്റി വരുന്നവരെയും നമുക്ക് നോക്കാം. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ നാടൻ കറി ലീഫ് കുറേ ചേർത്ത് കൊടുക്കുക. എത്ര ചേർത്താലും അത്രയ്ക്ക് നല്ല മണവും സ്വാദും കിട്ടും കറിക്ക്. അപ്പോൾ കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്തെന്നറിയാമോ, തണുത്തതിന് ശേഷം ഞാൻ അടുത്തുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ട്രിപ്പ് ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി കൂട്ടുകാരെ. എന്താ പറയാനാ, ഓരോരോ തിരക്കിനിടയ്ക്ക് പറ്റിയൊരു അബദ്ധം. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ മറന്നു പോയതാണ് കൂട്ടുകാരെ. എന്തായാലും പിന്നെ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിച്ചു, അത് മാറ്റി വെക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.